Sir, please give me 1 rupee, sir. Thank you, sir. அம்மா 1 ரூபா இருந்தா கொடுங்கம்மா, ரொம்ப பசிக்குதுமா. சார் 1 ரூபி சார். போயா, தண்ணி இருக்குது, காசு கேட்குறியா? போயா. இல்லை சார், சாப்பாடு சார். போ. என்ன சார் புது ஜோடியா? பொண்ணை பார்த்து கூட்டிட்டு போங்க, எவனா தள்ளிட்டு போயிட போறான். என்னடா சொன்னா? பொறுக்கி ராஸ்கல். കളറിങ്ങിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയോ? இல்ல, நான் எங்கேயும் வர மாட்டேன். നീ താലി കെട്ടി നിന്റെ പെണ്ണിന്റെ അടുത്തൊക്കെ വിളിക്കുന്നത്? இல்ல, என்னால அங்க வர முடியாது. പിന്നെ ഇവിടെ പിച്ച തണ്ടി കുടിക്കാൻ തന്നെ ഞാൻ വിടുകയില്ല. പിന്നെ என்ன செய்ய சொல்றீங்க? നിന്റെ പെണ്ണിനെ ആ കഴിവറടോ മാനം കടത്തിയപ്പോ നീ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അത് തടയാൻ നിനക്ക് കഴിഞ്ഞോ? ഇല്ല. പോട്ടെ, ചങ്കൂറ്റത്തോടെ അവളെ സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞോ? നീ നാട് വിട്ട് ഓടി പോരുന്നില്ലോ. போதும், நிறுத்துங்க. ഇനി நீங்க எதுவும் சொல்ல வேணாம். കണ്ണാ, ഉഷ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഒന്ന് കണ്ടത്. നിന്റെ ഈ അവസ്ഥ എന്നിട്ട് അവൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ? അവൾക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ எனக்கு அவ திருப்பி வேணும். அவளோட எனக்கு ஒரு புது வாழ்க்கை கிடைக்குமா? അവള് പിഴച്ച പെണ്ണാണ്. കഴിഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. எனக்கு எதுவும் நினைவில்லை, நினைக்கவும் நான் விரும்பல. ஒரு புது வாழ்க்கை எனக்கு அது போதும். സന്തോഷം നിനക്ക് അല്ലേ? നടക്കില്ല എന്നറിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല തിരിച്ചു കിട്ടിയെന്ന്. നീ എന്താടി ഇവിടെ? ഇന്നുമുള്ള കല്യാണമാണ്. നീ എന്ത് സമ്മാനം കൊടുക്കാൻ പോന്നേ? ഞാനൊന്നും കൊടുക്കുന്നില്ല. നീ കൊടുക്കില്ല. നീ പിശിക്ക് നമ്പർ 1 അല്ലേ? എന്റെ കാലം എങ്ങനെയുണ്ട്? അയ്യോ, ഇപ്പോഴും ഉണ്ട് വേദന. പോയില്ലേ വേന? പോയി. എടീ കള്ള ജാണ്ടൂസേ, നിന്റെ വിദ്യ എനിക്ക് അറിഞ്ഞൂടെ? കുടിച്ചിട്ട് നിക്കാൻ വയ്യ. ഞാൻ കുടിക്കും, കുളിക്കും. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലടി കാന്താരി. മണവാളിനെ കൊണ്ടുവന്നിருக்கு ഒട്ടും കുഴലൊക്കെ വേണമായിരുന്നല്ലേ? ഒട്ടും കുഴലും നിറപറയും നിലവിളക്കും ഒക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. വലതുകാല് വെച്ച് വീട്ടിലേക്ക്. എനിക്കിന് വേറെ യാരും ഇല്ല. എന്നാ സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടി ഇത്തിരി ഭക്ഷണം കഴിച്ചാലോ? വയറ് നിറഞ്ഞപ്പോഴാണ് അവനൊരു ഭക്ഷണം. കണ്ണനെ വിഷയം വിട്. ഒരുപാട് സന്തോഷവും സങ്കടവും അവർക്ക് പറഞ്ഞു തീർക്കാനുണ്ടാവും. അതിന് രാത്രിക്ക് പ്രായം പോരാ, അവരെ തനിച്ചു വിട്. അറുമുഖം, എനിക്കൊരു തുള്ളൂടെ വേണം. കാന്താരി, നീ പോയില്ലേ? വീട്ടിൽ പോടി. ഈ പറയുന്ന ആൾ ആദ്യം ചെന്നാട്ടെ. നിന്ന് കറങ്ങുന്നുണ്ടല്ലേ? നീ വരണ്ട. ആരാ? நம்ம முத்துதான். முத்து வந்து കൂട്ടിക്കിട്ട് പോടാ. പയ്യൻ നിധിക്ക് കാവലിരിക്കുന്ന ഭൂതത്തിന്റെ മാതിരിയാ. എപ്പ பார்த்தாலும் அந்த பொண்ணு പിന്നാളിയാ. അല്ല, എനിക്ക് തുള്ളി തരാന്നോട്ടെ. ഇരിക്ക്. കുറിഞ്ഞു പൂത്ത് കണ്ടിട്ടുണ്ടോ രായപ്പ നീ? ഇല്ല, ഞാൻ വന്നേ പിന്നെ ഈ മലയിലൊന്നും. 12 കൊല്ലത്തിൽ ഒരിക്കൽ പൂക്കുന്ന മലകൾ. ആ പൂക്കൾ കാണാൻ മല കയറണ്ട. ഇപ്പൊ ആ പെണ്ണിന്റെ അവന്റെ കണ്ണി നോക്കിയാ മതി. കുറിഞ്ഞു പൂത്തത് ഇപ്പൊ അവിടെയാ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാ. അതുകൊണ്ട് ഞാൻ പോവാ. ശിവരാത്രി. இந்த கண்டிஷன்ல വണ്ടി ഓട്ടി പോണമാ? இந்த കണ്ടീഷനില് ഞാൻ വണ്ടി ഓട്ട മാട്ടെ. പിന്നെ വണ്ടി എന്നെ ഓട്ടും. അതാണ് എന്റെ ഗുട്ടൻസ്. ഈ മനുഷ്യനെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ரங்கண்ணன்.
எங்கிருந்தோ வந்த பொறுக்கி நாய நான் கொஞ்ச நாள் இல்லாத நேரத்தில் ஆட்டமா போடுறேன். நாட்டுக்கு ஒரு ராஜா தான் இருக்க முடியும். இங்க நான் தான் ராஜா. நான் ஆசைப்பட்ட பொருள் எனக்கு சொந்தம், ஆசைப்பட்ட பொண்ணு எனக்கு அடிமை. டேய் மாணிக்கா, இந்த தீக்குச்சி கீழே விழற நேரம் உன் சாவுக்கு அவ்வளவுதான் தூரம். ஆனா நான் அதை செய்யல. ஏன்னா ரங்கண்ணனை நீ புரிஞ்சுக்கிட்டா போதும். நாளை விடியும் போது நீ இல்லாம இருக்கிறது உனக்கு நல்லது. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരോ കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? ആരാ? ഒരു മിസ്റ്റർ ചാക്കോച്ചൻ. അവൻ പഴനിന്നാണെന്നും പറഞ്ഞാൽ നമ്മളെ വിളിച്ചത്. ആളെ കാണാണ്ടായപ്പോ നമ്മളെ ജോസൂട്ടിനെ വിട്ടിട്ട് അവിടത്തെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തിരക്കി. ഈ ചങ്ങാഴ വർത്താനം സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയാണല്ലോ ആദ്യം തപ്പേണ്ടത്. നിങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കണമെന്നൊന്നും ശിവൻ ആഗ്രഹമില്ലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിപ്പോ കാരണങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ടാവും. അതൊന്നും കേട്ടിട്ട് എനിക്കിപ്പോ പോകാൻ പറ്റില്ലാന്ന്. എന്തൊക്കെയുണ്ട് ശിവാവിശേഷം? സുഖം തന്നെയല്ലേ? എന്തിഷ്ട തലയ്ക്ക് തല്ലുംപിടി ആയിപ്പോഴേക്കും തന്നെ ഇവിടെയും പരിപാടി. താനെന്ന് വന്നേ പറയട്ടെ. എനിക്ക് സ്വകാര്യമായിട്ടൊന്നും പറയാനില്ല, എനിക്കൊട്ട് കേൾക്കാനുമില്ല. ഹൈ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. തോനെന്ന് പാടൂ. ഹൈ, അത് വേണ്ടെന്ന്. എന്നെ വിളിച്ച് കണ്ണും പിടിയും കാട്ടാനാണ്, വിരട്ടി പറഞ്ഞേക്കാനുള്ള പരിപാടിയാണെന്ന്. ശിവൻ, എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ചാക്കോച്ചനുമായി സംസാരിച്ചൊരു കോംപ്രമൈസിലെത്ത്. ഒരു കോംപ്രമൈസേഷനും ഇല്ല. പണം കൈ കിട്ടുക, ഞാൻ അങ്ങോട്ട് പോവാ. അത് തന്നെ നീ കോംപ്രമൈസ് സ്റ്റേഷൻ. എന്നാ താൻ പോയത് തന്നെ. മേജർ സാർ കേട്ടല്ലോ, ഇതാണ് ഇയാളുടെ ഒരു ലൈൻ. ഇടോ, തനിക്ക് ഞാൻ കടന്നെന്നാ കാശ ചോദിക്കണത്. ദാനത്തിനോ ധർമ്മത്തിനോ വന്നതിനടുത്ത് കൈ നീട്ടല്ല. ചാക്കോച്ച ആകെ ഉണ്ടായിരുന്ന കാറ് കരക്കാർ കൊണ്ടുപോയി. മേലോട്ട് നോക്കി നിൽക്കുക ഞാൻ. ഈ അവസരത്തിൽ താമന്ന് പൊല്ലാപ്പുണ്ടാക്കാതെ. അപ്പൊ നീ എന്നോട് കാണിച്ചത് പോക്കിരുതരല്ലോടാ. കാറൂല, കാശൂല, ആളുടെ വിവരമില്ലാന്ന്. ശിവ, എന്റെ നാക്ക് ചീത്തേട്ടോ. തന്റെ പല്ലുകൂടെ ഞാൻ ചീത്തയാക്കാം. ചാക്കോച്ച, ഇതാ 10,000 രൂപയുണ്ട്. തൽക്കാലം നമുക്കൊരു സെറ്റിൽമെന്റിലെത്താം. ബാക്കി പണം 1-2 മാസം ഞാൻ തന്നെ തന്നു തീർത്തോളാം. അല്ല സാർ, പണം ഞാൻ കൊടുത്തോളാം. സാറങ്ങൾ തന്നേ. അവനങ്ങനെ പലതും പറയും, അതൊക്കെ നടപ്പില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ബാക്കി പണത്തിന് ഞാൻ എപ്പോഴാ വരണ്ടേ? തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചോളാം. എന്നോട് ചോദിച്ചില്ല. ഇഷ്ട ഇത് ഞാനും സാറും തമ്മിലുള്ള ഇടപാടാണെന്നാ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ പേരിൽ അയച്ചേക്കാം. ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. എനിക്ക് എന്തുട്ടാ ബുദ്ധിമുട്ട്? അടുത്ത തവണ ത്രേസ്യമയും പിള്ളേരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാമെന്നാ. നമുക്കൊന്ന് ജോളിയാക്കാലോ. അല്ലേ ചേട്ടത്തി? ഇവിടെ നിൽക്കാൻ ഒരു ബാധ്യതയുണ്ടായി. മേജർ സാറിനോട് ഒരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. ആ, അപ്പൊ പോകണമെന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ടല്ലേ? എപ്പോഴും ചുറ്റുപാടുകളോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ലാതിരിക്കുന്ന എനിക്കിഷ്ടം. കെട്ടുകളില്ലെങ്കിൽ അടുത്ത ഇടം തേടി യാത്ര തുടങ്ങുമല്ലോ. അങ്ങനെ എത്ര നാൾ? എവിടെയും വിളിച്ചാവുന്നവര്. ഏയ്, അത് പോരാ. ഈ എസ്കേപ്പിംഗ് ടെൻഡൻസി, അത് സൂയിസൈഡിലാ. അത് വേണ്ട. നമ്മൾ തുറന്ന് സംസാരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. പറയൂ. എന്തു പറയാൻ? നമ്മൾ ഈ നടപ്പ് തുടങ്ങിയിട്ട് കുറച്ചായി. തിരിക്കണ്ടേ? എന്നോടൊന്നും പറയാനില്ല? ഒന്നും